ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക് എന്നൊക്കെ പറയാൻ പറ്റുന്നത് നമ്മുടെ NTPC ആണ്. അപ്പോൾ NTPC എന്ന് പറയുന്ന എക്സാമിനേഷൻ, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ വിളിക്കുന്ന റെയിൽവേയുടെ എക്സാമിനേഷൻ, 5 വർഷത്തിന് ശേഷം വരുന്ന എക്സാമിനേഷൻ, ഗ്രാജുവേറ്റുകാർക്കും പ്ലസ് ടുക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു എക്സാമിനേഷൻ. പക്ഷേ നമ്മുടെ വാക്കൻസി എന്ന് പറയുന്നത് 11,000-ൽ പുറത്തും. മേ ബി അതെന്ത് ചെയ്യാം, ഉറപ്പായിട്ടും കൂടാൻ ചാൻസും ഉണ്ട്. അതൊക്കെ ഇനിയുള്ള കാര്യമാണ്. പക്ഷെ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന വാക്കൻസിയിൽ ഒരു സീറ്റ് നമുക്കെന്ന് പറഞ്ഞ് പഠിക്കാനുള്ള ഒരു ചാൻസ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് പഠിച്ച് കയറാനായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കാരണം ഇനി ഒരു 6 മാസം ടൈം എന്തായാലും നിങ്ങൾക്ക് NTPCക്ക് മാത്രമായിട്ട് കാണും. അത് ഉറപ്പാണ്. കാരണം എന്തായാലും റെയിൽവേ ഇത്രയും ലാഗ് അടിക്കുന്നുണ്ട് ബാക്കി എക്സാംസുകൾക്ക്. എന്തായാലും നിങ്ങൾക്കും നല്ലൊരു ടൈമിംഗ് തന്നെ കാണും. അപ്പം എങ്ങനെയും പഠിച്ച് കയറുക എന്നുള്ളൊരു ചിന്ത മാത്രമേ നിങ്ങൾക്ക് വരാവൂ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിൽ, നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ദിശ അക്കാഡമി ഫ്രീ ആയിട്ട് ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റുകളെയൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളെ ഒരു ബേസ് തൊട്ടേ നിങ്ങളെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവായിട്ട് തന്നെ കണ്ടാൽ മതി. അപ്പം നമുക്ക് എന്തായാലും NTPC ഫ്രീ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം NTPCയുടെ ഒരു സിലബസ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ സബ്ജക്റ്റാണ് അതിൽ പഠിക്കേണ്ടതെന്ന് എടുത്തു പറയേണ്ട കാര്യമല്ല. ഒരുപാട് നാളായിട്ട് നിങ്ങൾ കേൾക്കുന്ന കുറേ കാര്യമായിരിക്കും. എന്നാലും ഫസ്റ്റായിട്ട് ഒരാളാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് സബ്ജക്റ്റ് ഉണ്ട് 30 മാർക്കിന്, റീസണിങ് സബ്ജക്റ്റ് ഉണ്ട് 30 മാർക്കിന്, GK ആൻഡ് ജനറൽ സയൻസ്, അതായത് GK ആയിട്ടാണ് നമ്മൾ പറയണത്. ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവരെന്ത് ചെയ്യുന്നത് സിലബസിൽ പറയുന്നെങ്കിലും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട ഒരാളും കൂടെ ഉണ്ട്. അതാണ് ആരെന്ന് പറയുന്നത്, ജനറൽ സയൻസ് എന്ന് പറയുന്നത്. സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാവരും GK എന്ന് കാണുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് ജനറൽ സയൻസ് എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു സബ്ജക്റ്റും വിട്ടുപോകാണ്ട് ആ 3 സബ്ജക്റ്റിനെ ഒരുപോലെ കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. കാരണം ഇവിടെ നമുക്കിപ്പം 40 മാർക്ക് വരികയാണെങ്കിൽ GK എന്ന് പറഞ്ഞ ഒരു ഒറ്റ സബ്ജക്റ്റിനാണ് അവർ 40 മാർക്ക് ഇട്ടേക്കുന്നത്. അതായത് 40 ക്വസ്റ്റ്യൻസിന് 40 മാർക്ക്. നമുക്കറിയാമല്ലോ 1 മാർക്കാണ് പോസിറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. നെഗറ്റീവ് വരുന്നത് 1/3 എന്ന് പറഞ്ഞ രീതിയിൽ 3 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോവും എന്നുള്ള രീതിയിലാണ് നെഗറ്റീവ് വരുന്നത്. അത് കഴിഞ്ഞ് 40 ക്വസ്റ്റ്യൻ GKക്ക് ഉണ്ടെങ്കിൽ ആ GKയുടെ പകുതിയും, GK എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, സ്റ്റാറ്റിക് GK ഉണ്ടായിരിക്കും, കറണ്ട് അഫേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ എൻവയോൺമെന്റൽ ഡേയ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് കാണും, അവാർഡ്സുകൾ കാണും. അതെല്ലാം എന്താണ് ഒരു സ്റ്റാറ്റിക് പോർഷനായിട്ട് അത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ഒരു 20 ഭാഗം എന്ന് പറയുന്നത് GKയുടെ ഒരു ഹാഫിംഗ് എന്ന് പറഞ്ഞാൽ 20-20 വരികയെങ്കിലും അതിൽ പകുതി GKക്കും പകുതി എന്തിനുമാണ് കൊടുത്തിരിക്കുന്നത്, ജനറൽ സയൻസിനുമാണ് കൊടുത്തിരിക്കുന്നത്, സയൻസ് സബ്ജക്റ്റുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സയൻസും ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആലോചിച്ച് വെച്ചിരിക്കണം. കാരണം അത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. റെയിൽവേ ആണ് ഇപ്പം ഇത്രയും വാക്കൻസിയാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. എന്തായാലും പ്ലസ് 2 ആയാലും അതുപോലെ ഗ്രാജുവേറ്റ് പോസ്റ്റ് 2 എക്സാമിനേഷൻ ആയാലും എന്ത് തന്നെയായിരിക്കും, രണ്ട് സമയത്തായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും അവർ വിളിക്കുന്നത്. അത്രയും ടഫാക്കിയിട്ടും എങ്ങനെയെങ്കിലും നമുക്ക് എന്താണ് നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു കടമ്പ കടക്കുക എന്ന് പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കില്ല ഉറപ്പായിട്ടും. അപ്പം നമ്മൾ അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, വളരണം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ അതിൻ്റെ ഒപ്പം എത്തണം എന്നുള്ളതാണ് നമ്മുടെ കോമ്പറ്റീഷൻ. ഒരിക്കലും നമ്മൾ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവരല്ല. നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും ആര് തന്നെയാണ്, നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഹിന്ദിക്കാരാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ഈ ചുറ്റുപാട് നിൽക്കുന്ന നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടോപ്പ് ആവുക എന്നുള്ളൊരു കാര്യമല്ല. നമ്മൾ ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നാഷൻ വൈഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നോർത്ത് ഇന്ത്യയാണ്. പ്രധാനമായിട്ടും റെയിൽവേയുടെ കാര്യം എടുക്കുമ്പോൾ, കാരണം നിങ്ങൾക്ക് സോൺ അനാലിസിസ് ഒക്കെ ചെയ്ത് നിങ്ങളൊരു സോൺ അപ്ലൈ ചെയ്തപ്പോൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എവിടെയാണ് നിങ്ങൾക്ക് സെൻറ്റർ കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് എക്സാമിനേഷൻ എഴുതാൻ പോവേണ്ടതെന്നും എവിടെയാണ് ജോലി കിട്ടേണ്ടതെന്നും ഒക്കെ ഉള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആയി കാണും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന NTPC നേടിയെടുക്കാൻ പറ്റൂ. 5 വർഷത്തിന് ശേഷം വിളിക്കുകയാണ്. ഇനി വിളിക്കുന്നെങ്കിൽ എത്രയോ അടുത്തൊരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. റെയിൽവേയുടെ കാര്യം ആയതുകൊണ്ട് പറയുകയാണ്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചാൻസ് കിട്ടി ഒരു ജോലി ആവുക എന്നുള്ളൊരു സ്വപ്നം കണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റേതായ ഒരു എഫക്റ്റീവ് വേയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക്
സേവ് സ്കോർ അറിഞ്ഞ് പഠിക്കുക എന്നുള്ള ഒരു മെയിൻ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സേവ് സ്കോർ നമ്മളിപ്പോൾ കട്ട് ഓഫ് അനാലിസിസ് അല്ല ചെയ്യുന്നത്. സേവ് സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ആ ഒരു അനാലിസിസും അതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ഏത് സോണിൽ നമ്മൾ ഒരുപാട് സോണുകളിൽ കൊടുത്താൽ എല്ലാ സോണിൽ വച്ചാലും എത്ര മാർക്കിന് മേളിൽ നിങ്ങൾ മേടിച്ചാൽ നിങ്ങളൊരു എന്താണ് ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് പേര് വരും, അല്ലെങ്കിൽ നിങ്ങൾ CBT 1 എങ്കിലും മിനിമം എന്ത് ചെയ്യത്തുള്ളൂ, പാസ് ആവുകയുള്ളൂ. CBT 1 നിങ്ങൾക്കറിയാം 100 മാർക്സിനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അത് കഴിഞ്ഞ് CBT 2 ആണെങ്കിൽ എന്താണ്, CBT 2 ആണെങ്കിൽ നിങ്ങൾക്ക് 150 റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അറിയാലോ, 150 മാർക്സിനാണ് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഓരോ കടമ്പ കടക്കുമ്പോഴും അതിൻ്റെതായ രീതിയിൽ കടന്നിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ എത്തണം. നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത 6 മാസത്തിനകം നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ആവുമോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ലെവലിൽ പഠിക്കണം. 100 മാർക്കിനാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എപ്പോഴും എന്തിനെയാണ്, 80-നെയാണ്. അല്ലാതെ ഞാൻ 80-ൽ താഴെ 80 വരുമോ, അല്ലെങ്കിൽ 80 കൂടുതലല്ലേ ആവുള്ളൂ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പക്ഷെ നമ്മളിപ്പോൾ ബേസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് വയ്ക്കണം, 80 വയ്ക്കണം. നമ്മൾ 80 എന്ന് പറഞ്ഞൊരു ലക്ഷ്യത്തിലായിരിക്കണം പഠിക്കേണ്ടത്. അത് എവിടെയാണോ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്, ഇപ്പം മാത്സ് ആണ് നിങ്ങളുടെ സ്ട്രോങ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ എത്ര സ്കോർ വാങ്ങിക്കാമോ അത്രയും വാങ്ങിക്കുക. റീസണിങ് ആണെങ്കിൽ റീസണിങ് പക്ക എന്ത് ചെയ്യുക, ടൈം വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം അങ്ങ് എന്ത് ചെയ്യാതെ നഷ്ടപ്പെട്ടു പോകാണ്ട് കൃത്യ ടൈമിൽ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുക. GK ആണെങ്കിൽ എവിടെ നിന്നൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിച്ചാലേ നിങ്ങൾ മറന്നു പോകാണ്ട് ആ ഒരു ടൈം വരെ നിങ്ങളുടെ മെമ്മറിയിൽ അത് ഇരിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. ഇതെല്ലാം നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് തുടങ്ങിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, നന്നായിട്ട് അച്ചീവ് ചെയ്ത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു എയിം വേണം. 80 എന്ന് പറഞ്ഞൊരു ആ ഒരു മാർക്ക് മാത്രമേ നിങ്ങളുടെ തലയിൽ ഉണ്ടാവൂ. ആ മാർക്ക് എത്തുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് കുറച്ചൊന്ന് ആശ്വാസമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 80+ ആണ് നമ്മൾ എപ്പോഴും പറയുന്നത്. 80 മാർക്കിൽ മേളിൽ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ടെൻഷൻ അടിക്കാനില്ല. നമ്മൾ സേഫ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സേഫ് സ്കോർ എന്ന് പറയുന്നത്. 80 എടുത്തോ നിങ്ങളൊരു സേഫ് ലെവലിലാണ് നിൽക്കുന്നത്. അത് ഗ്രാജുവേറ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായാലും നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്. എപ്പോഴും മാർക്ക് ഒരു പടി മുകളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും സേഫാണ്. ആ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 80 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് സ്കോർ നിങ്ങൾ മോക്കൊക്കെ ചെയ്ത് എന്ന് അച്ചീവ് ചെയ്യുമോ അന്നേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾ ഈ ഒരു പരീക്ഷ കടക്കാനുള്ള ആ ഒരു ലെവൽ എത്തിയോളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ എഫേർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഒരു മോട്ടിവേഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷനിൽ എത്തിക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ ഫ്രീ ഡെമോ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രീ ലൈവ് ക്ലാസ്സസ് തന്നെയാണ്. ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഇൻട്രാക്റ്റീവ് സെഷനോടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, RRBയുടെ NTPC ഓൺലൈൻ ക്ലാസ് ഒരാഴ്ചത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ എന്ത് ആപ്പിലേക്ക്, ദിശ ലേണിംഗ് ആപ്പിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് കാണാം. ഈ കഴിഞ്ഞ നമ്മുടെ മൺഡേ, അതായത് ഇന്നലെ മാത്സ് ക്ലാസ് ആയിരുന്നു, അദ്വൈത് സാറിൻ്റെ മാത്സ് ക്ലാസ് ആയിരുന്നു 7:30 മണിക്ക്. അത് കഴിഞ്ഞ് ട്യൂസ്ഡേ ഇന്ന് ബയോളജിയാണ്. ബയോളജി വരുന്നത് ഏതാണ്, ഐശ്വര്യ മിസ്സിൻ്റെ ബയോളജിയാണ്, 7 മണിക്കാണ്. ബാക്കിയെല്ലാം ഏകദേശം 7 മണിക്കായിരിക്കും. അപ്പോൾ ആ 7 മണി ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അതിൽ ആ ലൈവ് സെഷൻ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു പോവുക. നിങ്ങളുടെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, നഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു രീതിയല്ല, നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ് ഒരു ട്രബിളിലാണ് നിൽക്കുന്നതെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങാം, ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. വെനസ്ഡേ കെമിസ്ട്രി ആണ്. കെമിസ്ട്രി നമ്മുടെ അനിൽ സാറിൻ്റെ കെമിസ്ട്രിയാണ് ഉള്ളത് കേട്ടോ. അനിൽ സാറിൻ്റെ കെമിസ്ട്രി ആണുള്ളത്, 7 മണിക്കാണ്. അത് കഴിഞ്ഞ് തേഴ്സ്ഡേ ഫിസിക്സ് ആണ്. ഫിസിക്സ് എൻ്റെ ആണ്, അമൃത മിസ്സിൻ്റെ ആണ്. അത് കഴിഞ്ഞ് ഫ്രൈഡേ എന്ന് പറയുന്നത് റീസണിങ് ആണ്. റീസണിങ് നമ്മുടെ ഡെന്നി സാറിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ഡെന്നി സാറിൻ്റെ ക്ലാസ്സാണ്, റീസണിങ് ആണ് വരുന്നത്. 4-ാം തീയതി ഫ്രൈഡേ, അതായത് 1 വീക്ക് ഷെഡ്യൂളിംഗ് ആണ് നമ്മൾ തന്നിരിക്കുന്നത്. 5-ാം തീയതി സാറ്റർഡേയോടെ നമ്മുടെ ഫ്രീ ഡെമോ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇനി വേണം, കൂടുതൽ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ നമ്മൾക്ക് സജഷൻ തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും മാത്സ് വരുന്നത് 10 മണിക്കാണ് നമ്മുടെ സാറ്റർഡേ അദ്വൈത് സാറിൻ്റെ ക്ലാസ് മാത്സ് വരുന്നത്. അപ്പോൾ
നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി സയൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സയൻസ് തന്നെ ഫസ്റ്റ് സെഷനായിട്ട് തന്നിരിക്കുന്നത്. GK നിങ്ങൾക്ക് ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്ത് പഠിക്കുക. അപ്പം ജനറൽ സയൻസിലായിരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മുടെ സെഷൻസ് വരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാനുള്ള എല്ലാ രീതിക്കുമുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ആ സെഷൻസ് മസ്റ്റായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല, അതെങ്കിലും നിങ്ങൾക്ക് കയറി കണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എവിടെ നിന്നാണ് കാണേണ്ടതെന്നുള്ളൊരു ഡൗട്ട് വരുന്നെങ്കിൽ ദിശ ലേണിംഗ് ആപ്പാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നമ്മൾ എന്ത് ചെയ്തിരിക്കാം, കൊടുത്തേക്കാം. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദിശ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, അതായത് ആൻഡ്രോയിഡ് ഫോൺസിലും അവൈലബിൾ ആണ്, iOS-ലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ എന്താണ് ഒരു പാറ്റേണിൽ തന്നെ ഇന്ന് ഫിസിക്സ് പഠിക്കുന്നു, നാളെ കെമിസ്ട്രി പഠിക്കുന്നു, മറ്റന്നാൾ നിങ്ങൾ വേറൊരു സബ്ജക്റ്റ് സ്റ്റാറ്റിക് GK പഠിക്കുന്നു. അങ്ങനെ ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടില്ലേ, ഈ ടൈം ടേബിളിൽ നോക്കിയേ, മാത്സ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, റീസണിങ്, മാത്സ്, ഇതിന് ആവശ്യമുള്ള സബ്ജക്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരാഴ്ച നമ്മൾ ബയോളജി എടുത്തെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് GK എടുക്കുക. അപ്പോൾ ആ ഒരു ടൈം ടേബിളിൽ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. 2 ദിവസം എപ്പോഴും എന്ത് ചെയ്യുക, മാത്സിന് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം മാത്സ് ആണ് നമ്മുടെ ഏറ്റവും സ്കോറിംഗ് പോയിന്റ്. നമ്മുടെ ഒരു എന്താണ് നമുക്ക് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ട്, എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കിട്ടാൻ ചാൻസും കൂടുതലുള്ള ഒരു സെഷനാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങളും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇന്ന് 7 മണിക്ക് ആരുടെ ക്ലാസ്, ക്രമിക് കെമിസ്ട്രി, നമ്മുടെ ബയോളജി ക്ലാസ് ആണ്, നമ്മുടെ ഐശ്വര്യ മിസ്സിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ദിശ ലേണിംഗ് ആപ്പിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ ചിലപ്പോൾ കിട്ടത്തില്ല. ഡയറക്റ്റ് നമ്മുടെ ലിങ്കിൽ തന്നെ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് NTPCയുടെ ഓൺലൈൻ കോഴ്സ് എടുത്ത് ഒരു 6 മന്ത് ടൈമിൽ നിങ്ങൾക്ക് പഠിച്ച് തീർക്കണമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ദിശ ഓൺലൈൻ കോഴ്സിനെ പറ്റിയിട്ട് അന്വേഷിക്കാവുന്നതാണ്. നമ്മുടെ എൻക്വയറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസും നമ്മൾ ഒക്ടോബർ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, റെയിൽവേ ഫോക്കസ് ബാച്ചായിട്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ആഴ്ച മൊത്തം നിങ്ങൾ ദിശയ്ക്ക് ഒപ്പം നിന്ന് ആ ഒരു ടൈം 1 hour എന്ന് പറഞ്ഞൊരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.